പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് നാം ഉള്ളത്. ഈ റമളാനിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു സൽക്രമമാണല്ലോ നോമ്പ് അനുഷ്ഠിക്കുക. നോമ്പ് എടുക്കുന്നവർക്ക് നമ്മളെ നോമ്പുതുറ നൽകി അവരെ സഹായിച്ചാൽ, അവർക്ക് ഇഫ്താർ വിരുന്ന് ഒരുക്കി കൊടുത്താൽ, സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന ലഭിക്കാൻ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യം അത് ഈ പരിശുദ്ധ റമളാനിലാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടെങ്കിലും ഒരു ഇഫ്താർ നടത്തി നമ്മൾ ആ പുണ്യം കരസ്ഥമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ എന്തെങ്കിലും വിഷമമോ പ്രയാസമോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പരിസരത്തുള്ള മിണ്ടാപ്രാണികൾക്ക് അവർക്ക് തീറ്റ കൊടുത്താൽ പോലും നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അക്കാരണം കൊണ്ട് മാറുമെങ്കിൽ, പരിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് ഇഫ്താർ വിരുന്ന് ഒരുക്കി കൊടുത്താൽ, ഭക്ഷണം കൊടുത്താൽ, മുത്തഅല്ലിമീങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, നല്ല ആളുകൾക്കൊക്കെ നാം പ്രത്യേകിച്ച് ഭക്ഷണം കൊടുത്താൽ വലിയ പുണ്യവും മഹത്വവും ലഭിക്കും. കാരണം അവരുടെ നോമ്പിൻ്റെ അതേ പുണ്യവും പ്രതിഫലവും ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. അതുകൊണ്ട് ഇഫ്താർ വിരുന്ന് നമ്മൾ ചെറുതായിട്ടെങ്കിലും അതിൽ പങ്കാളിയാവാൻ എല്ലാവരും ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിയുമെങ്കിൽ ഒരാൾക്കെങ്കിലും ഇഫ്താർ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ പുണ്യം കരസ്ഥമാക്കാൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന കിട്ടി പരിശുദ്ധ റമളാനിൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത എല്ലാ നന്മകളും ലഭിച്ച് വിജയിക്കുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.